ഹലോ നമസ്കാരം, ജാസ്മിൻ ലോയ്സ് ആണ്. ഡബിൾ മല്ലു വേൾഡിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളുടെ ഇടയിൽ ഒത്തിരി ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിൽ ഒത്തിരി ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. ചിലർക്ക് തുറന്ന് പറയാറുണ്ട്, ചിലർ തുറന്ന് പറയാത്ത കുറേയധികം പ്രോബ്ലംസ് ഉള്ളവർ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കണ്ടുമുട്ടുന്നുണ്ട്. ചിലരൊക്കെ നമ്മളുമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകളും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ചേർച്ചക്കുറവുകളൊക്കെ നമുക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാറുണ്ടല്ലേ. അതൊരുപക്ഷെ കുഞ്ഞുങ്ങളിലേക്കും സാധാരണ ബാധിക്കാറുണ്ട്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അതൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്ന കേസുകളുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കുറേ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള കുറേ ദമ്പതികൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. പരസ്പരം ഒരു വീട്ടിൽ താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കഴിയുന്ന കുറേ ആളുകൾ നമ്മളെ മെസ്സേജ് വിട്ടിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു പൊരുത്തക്കേടുകൾ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ ജീവിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ. അപ്പം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഉപകാരമുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബജീവിതമൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ഉപകാരപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. കുടുംബജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഷെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഒരു കാര്യം കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പറയുക കേൾക്കുക എന്നുള്ള കാര്യം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി കൊടുക്കുക. ചില സമയങ്ങളൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. ചിലപ്പം ഹസ്ബൻഡ് ചിലപ്പോൾ കുറേ വർക്കിംഗ് ബിസി സ്കെഡ്യൂളുള്ള ആളായിരിക്കാം. ഭാര്യ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടാവില്ല, കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ നാൾ കഴിയുമ്പം അവർ തമ്മിലുള്ള കുറച്ച് ഗൽച്ചകളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പം നമുക്ക് ദൈവത്തോട് നല്ലൊരു ഫാമിലി ലൈഫും ഒരു ദാമ്പത്യ ലൈഫും ഒക്കെ തരാൻ വേണ്ടിയിട്ടും അതുപോലെ കുറേ നല്ല പങ്കാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കുന്നവർ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഞാനിപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെഹിയോൻ്റെ ഈ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഈ പ്രാർത്ഥനയുണ്ട്. ദമ്പതികളുടെ പ്രാർത്ഥന എന്നാണ് നമ്മോട് പറയുന്നത് മെയിനായിട്ട്. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവെക്കാൻ ഞങ്ങളെ ശക്തരാകണമേ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആക്ച്വലി ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ജീവിതം ലഭിക്കുന്നതിനും പൊരുത്തക്കേടുകൾ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പം സെക്യൂരിൻ്റെ ഈ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഈ പ്രാർത്ഥനയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.